ഫ്രണ്ട്സ്, എല്ലാവർക്കും നിമിഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ചിക്കൻ മഞ്ചൂരിയനാണ്. ഇത് നല്ലൊരു സ്റ്റാർട്ടർ തന്നെയാണ്. ഇതെങ്ങനെയാണ് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് തയ്യാറാക്കണേന്ന് നോക്കാം. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോഴേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുള്ളൂട്ടോ. ചിക്കൻ മഞ്ചൂരിയൻ. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ഞാനിവിടെ 1/2 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചിക്കൻ ബ്രസ്റ്റ് ആണ്. ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചിക്കൻ ബ്രസ്റ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണ ബോൺലെസ് ചിക്കൻ എടുക്കാം. പിന്നെ ചിക്കൻ മഞ്ചൂരിയൻ തയ്യാറാക്കുമ്പോൾ സാധാരണ ബോൺലെസ് പീസസ് ഇങ്ങനെ ഉപയോഗിക്കാം. പിന്നെ കുഴപ്പമില്ല, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ബോണോട് കൂടിയ ചിക്കനും ഉപയോഗിക്കാം. ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. ഇതിലേക്ക് നമുക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് ഉപയോഗിക്കുന്നത്. നല്ലൊരു കളറും കിട്ടും, അധികം സ്പൈസി ആയിരിക്കില്ല. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി നമുക്കിതിലേക്ക് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂണാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി 3 ടേബിൾ സ്പൂൺ മൈദ കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. മൈദ ഉപയോഗിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ കോൺഫ്ലവർ തന്നെ ഉപയോഗിച്ചാലും മതി കേട്ടോ. ഞാനിനി ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ സോയാ സോസാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത് ഡാർക്ക് സോയാ സോസാണ് കേട്ടോ. ലൈറ്റ് സോയാ സോസ് ആണെന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും കുറച്ചും കൂടി കൂടുതൽ ഉപയോഗിക്കാം നമുക്ക്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് ലൂസാവാൻ പാടില്ല, അത് കുറച്ച് തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസി ആവണം. പക്ഷേ ഈ മൈദയും കോൺഫ്ലവറും ഒന്നും ഒരുപാട് വേണ്ട, ഒരു ലൈറ്റ് ആയിട്ടുള്ള കോട്ടിങ് മാത്രം മതി. നന്നായിട്ട് തന്നെ എല്ലായിടത്തും മിക്സ് ആവട്ടെ. ഞാൻ കൈവച്ച് തന്നെയാണ് മിക്സ് ചെയ്യാൻ പോണത്. അപ്പോൾ എല്ലായിടത്തേക്കും ഒരുപോലെ തന്നെ നന്നായിട്ടാവും. പിന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, കാരണം നമ്മൾ ചേർത്ത സോയാ സോസിൽ ഉപ്പുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് എനിക്കിപ്പോൾ എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ടി വന്നില്ല, കറക്റ്റ് കൺസിസ്റ്റൻസി തന്നെയാണ്. ഞാനിതിലേക്കൊരു 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കേണ്ടത് നല്ലൊരു കളർ കിട്ടണതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് കാശ്മീരി ചില്ലി പേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം. ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. അതിനുശേഷം നമുക്ക് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ചിക്കൻ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഒരുപാട് ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയും അല്ല, എന്നാൽ ഒരുപാട് തിക്കും അല്ല. ഈ ഒരു രീതിയിലാണ് ഇത് വേണ്ടത്. ഇതിനി നമുക്കൊരു 1/2 മണിക്കൂർ മാറ്റി വയ്ക്കുക. അതിനുശേഷം ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ട് വരും. അതിനേക്കാളും കൂടുതൽ സമയം വെക്കാൻ സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓവർനൈറ്റൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ നല്ല ടേസ്റ്റി ആയിട്ട് വരും. ഇനി നമുക്കൊരു പാൻ എടുക്കുക. ഇത് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ. ഇതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി എണ്ണ നന്നായിട്ട് തന്നെ ഒന്ന് ചൂടായിട്ട് വരട്ടെ. ഇപ്പോൾ ഇത് ആവശ്യത്തിന് തന്നെ ചൂടായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഓരോ ചിക്കൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കാം. ഇനി ഇത് തിരിച്ചു മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇതിപ്പോൾ ബോൺലെസ് പീസാണ്, പിന്നെ ചെറിയ കഷ്ണങ്ങളായിട്ടല്ലേ മുറിച്ചെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ കുക്കായിട്ട് വരും. നല്ലൊരു ഗോൾഡൻ ഷെയ്ഡാവണത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. തിരിച്ചു മറിച്ചിട്ട് നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഇതുപോലുള്ള റെസിപ്പീസ്, അതായത് ചൈനീസ് റെസിപ്പീസൊക്കെ ചെയ്യുമ്പോൾ വെജിറ്റബിൾ ഓയിലൊക്കെ ഉപയോഗിക്കുക. വെളിച്ചെണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് അങ്ങോട്ട് നന്നാവില്ല. വെളിച്ചെണ്ണയുടെ ഒരു ടേസ്റ്റ് വരും. ഇപ്പോൾ ഇത് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് നന്നായിട്ട് തന്നെ. ഇത് മതി, നമുക്ക് കോരി മാറ്റാം. ഇതിന് നമുക്കൊരു സ്ട്രെയിനറിലേക്ക് ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ള ചിക്കൻ കഷ്ണങ്ങൾ നമുക്ക് ഇതിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഓയിൽ അത്യാവശ്യം ചൂടായിട്ടുണ്ടാവും. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഇട്ട് കൊടുക്കാം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇത് നമുക്ക് തിരിച്ചു മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതും കോരി മാറ്റാം. നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബാറ്റർ തയ്യാറാക്കിയില്ലേ, അതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം കേട്ടോ. 1/2 ടേബിൾ സ്പൂൺ മതിയാവും. ഇതിലേക്ക് ഒരുപാട് ക്രിസ്പി ആയിട്ടുള്ള രീതിയിലല്ല കേട്ടോ ഞാൻ ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്നത്. ഉള്ളിൽ നല്ല ജ്യൂസി ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ്. പക്ഷേ പുറം ഭാഗം അത്യാവശ്യം ഫ്രൈ ആയിട്ടുണ്ട്, എന്നാൽ ഒരുപാട് അങ്ങോട്ട് ഫ്രൈ ആയിട്ടില്ല. ഇപ്പം ഞാൻ എല്ലാം തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സോസ് തയ്യാറാക്കണം. ഇതിൻ്റെ ഉൾഭാഗം കണ്ടില്ലേ, നല്ല ജ്യൂസി ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. നല്ല ചൂടുണ്ട്. സോസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കടായി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത അതേ ഓയിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത്. 2 ടേബിൾ സ്പൂൺ.
ഈ ഓയിൽ തന്നെ ആകുമ്പോൾ ചിക്കൻ്റെ ഫ്ലേവേഴ്സ് എല്ലാം തന്നെ ഉണ്ടാവും. പിന്നെ നമ്മൾ അപ്പം തന്നെയല്ലേ ഉണ്ടാക്കണം. ഇതിലേക്ക് നമുക്ക് ചെറുതായിട്ട് മുറിച്ച് വെച്ച വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ 1 ടേബിൾ സ്പൂണാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ ഇഞ്ചി മുറിച്ചത് 1 ടേബിൾ സ്പൂൺ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതെല്ലാം ഞാൻ ചെയ്യുന്നത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. സാധാരണ ചൈനീസ് ഐറ്റംസ് ഒക്കെ ചെയ്യുമ്പോൾ ഹൈ ഫ്ലെയിമിലാണ് ഞാൻ ചെയ്യാറ്. ഇതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മാറി വരട്ടെ. ഒരുപാട് സമയം വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിലേക്ക് ഞാനിനി 1 ക്യാപ്സിക്കം കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുകയാണ്. 1 വലിയ ക്യാപ്സിക്കമാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ഏത് കളറിലുള്ള ക്യാപ്സിക്കം വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് പാർട്ടാണ്. ഇതൊരു 1.5 കപ്പോളം ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ കണ്ടില്ലേ, കുറച്ച് വലിയ ടൈപ്പ് സ്പ്രിംഗ് ഓണിയനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതാണ് ഇത്രയധികം ക്വാണ്ടിറ്റി കിട്ടിയത്. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ വാങ്ങിക്കുമ്പോൾ ചെറിയ ടൈപ്പ് സ്പ്രിംഗ് ഓണിയനാവും കിട്ടുക. അപ്പോൾ ഇത്രയധികം ക്വാണ്ടിറ്റി ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 സവോള കട്ട് ചെയ്ത് ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ സവോള ഉപയോഗിക്കുന്നില്ല. ഒന്ന് ഇളക്കിയെടുക്കാം. ഇത് ഒരുപാട് സമയമൊന്നും വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഡാർക്ക് സോയാ സോസാണ്. ലൈറ്റ് സോയാ സോസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും കുറച്ചും കൂടി കൂടുതൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഡാർക്ക് സോയാ സോസ് ആയ കാരണം ഞാനൊരു 3/4 ടേബിൾ സ്പൂണാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. ലൈറ്റ് സോയാ സോസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. കാരണം ഇത് അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിരിക്കും. ഇനി 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചില്ലി സോസ് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ മഞ്ചൂരിയൻ നിങ്ങൾക്ക് ഡ്രൈ ആയിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ കഷ്ണങ്ങൾ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. സെമി ഗ്രേവി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുക ഒരു ബൗളിലേക്ക്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ സെമി ഗ്രേവി ആയിട്ടാണ് എടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പം ഇതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. നമ്മൾ ഇതുവരെ ഉപ്പൊന്നും ചേർത്തിട്ടില്ല ഈ ഗ്രേവിയിലേക്ക്. നമ്മൾ ഇതുവരെ ചേർത്ത എല്ലാ സോസിലും ഉപ്പുണ്ട്. അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ച് ചേർക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വറുത്ത് വെച്ച ചിക്കൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിനി ഇതിലേക്ക് 1 ടീസ്പൂൺ നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് അവസാനം ചിക്കൻ സ്റ്റോക്കിൻ്റെ ഒരു ക്യൂബ് ചേർത്ത് കൊടുക്കണം. ഫ്രഷ് ആയിട്ടുള്ള ചിക്കൻ സ്റ്റോക്ക് തയ്യാറാക്കുന്ന വീഡിയോ ഞാൻ ഇതിന് മുമ്പ് തന്നെ അപ്ലോഡ് ചെയ്തിരുന്നു. ഇതിപ്പോൾ ജസ്റ്റ് ക്യൂബ്സ് ആണ്. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ ഇതുപോലെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല, മിക്സ് ആയിട്ട് വന്നോളും. അല്ലാന്നുണ്ടെങ്കിൽ ചിക്കൻ കഷ്ണങ്ങൾ ഇടുന്നതിന് മുമ്പ് ഇട്ട് കൊടുത്താൽ മതി. ചിക്കൻ സ്റ്റോക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ ഇത് കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ട് വരും. ഹോം മെയ്ഡ് ചിക്കൻ സ്റ്റോക്ക് തയ്യാറാക്കുന്ന വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം കേട്ടോ. ഇതിപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്താൽ മതി. പൊടിഞ്ഞ് വന്നോടും. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. നല്ല അടിപൊളി കളറൊക്കെ വന്നിട്ടുണ്ട്. അവസാനം നമുക്ക് ഇതിലേക്ക് സ്പ്രിംഗ് ഓണിയൻ്റെ ഗ്രീൻ പാർട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ചപ്പാത്തിയുടെ കൂടെ ഫ്രൈഡ് റൈസിൻ്റെ കൂടെ ഒക്കെ നല്ല അടിപൊളി കോമ്പിനേഷൻ തന്നെയാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ചോറിൻ്റെ കൂടെ വരെ കഴിക്കാം, കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ മഞ്ചൂരിയൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തോളൂ കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യുക. അതുകൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പം മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. Bye.